4 പതിറ്റാണ്ടുകാലം ഇറാനെ ഉരുക്കുമുഷ്ടികൊണ്ട് ഭരിച്ച ആയത്തുള്ള അലി ഖമേനിയുടെ അന്ത്യം ലോകത്തെ ഞെട്ടിക്കുമ്പോൾ ഇറാനിലും പുറത്തും പ്രകടമാകുന്നത് സമ്മിശ്ര വികാരങ്ങളാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ ഖമേനി കൊല്ലപ്പെട്ടെന്ന വാർത്ത സ്ഥിരീകരിച്ചതോടെ ഒരു വിഭാഗം ജനങ്ങൾ തെരുവിൽ ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ ഭരണകൂട അനുകൂലികൾ കടുത്ത ദുഃഖത്തിലും ആശങ്കയിലുമാണ്. ദശാബ്ദങ്ങളായുള്ള പുരോഹിത ഭരണത്തിന് അന്ത്യമായെന്ന വിശ്വാസത്തിൽ ഇറാനിലെ പല നഗരങ്ങളിലും ജനങ്ങൾ തെരുവിലിറങ്ങി. ടെഹ്റാനിലും കരാച്ച് പട്ടണത്തിലും സ്ത്രീകൾ ഹിജാബ് വലിച്ചെറിഞ്ഞ് നൃത്തം ചെയ്യുന്നതും ആർപ്പ് വിളിക്കുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തുവന്നു. 1979 വിപ്ലവത്തിന് മുൻപുണ്ടായിരുന്ന ഷാ ഭരണകൂടത്തെ അനുകൂലിച്ചും ഫാസിസത്തിന് മരണം എന്ന മുദ്രാവാക്യം വിളിച്ചും ആയിരങ്ങളാണ് ഒത്തുകൂടിയത്. ഖമേനി കൊല്ലപ്പെട്ട വാർത്ത കേട്ട് സന്തോഷം അടക്കാനാവാതെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു. പിന്നെ അയൽക്കാർക്കൊപ്പം നൃത്തം ചെയ്തു. 1 മാസം മുൻപ് നടന്ന പ്രതിഷേധത്തിൽ ലാത്തിയടിയേറ്റ സാറയുടെ വാക്കുകൾ ഭരണകൂടത്തോടുള്ള കടുത്ത അമർഷം വ്യക്തമാക്കുന്നു. സിറിയയിലും ന്യൂയോർക്കിലും ലണ്ടനിലും പ്രവാസികളായ ഇറാനികളും ജൂതന്മാരും ഒന്നിച്ച് മധുരപലഹാരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും ഖമേനിയുടെ മരണം ആഘോഷിച്ചു. സന്തോഷവാർത്ത കേൾക്കുന്ന എന്റെ ആദ്യ പ്രഭാതമാണിത് എന്നാണ് ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തക മാസിക് അലി നജാദ് കുറിച്ചത്. അതേസമയം ഷിയ ഭരണകൂടത്തെയും ഖമേനിയെയും പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ കടുത്ത ആഘാതത്തിലാണ്. തങ്ങളുടെ ആത്മീയ നേതാവിന്റെ വിയോഗത്തിൽ രാജ്യം ഔദ്യോഗികമായി 40 ദിവസത്തെ ദുഃഖാചരണവും 7 ദിവസത്തെ അവധിയും പ്രഖ്യാപിച്ചു. പാശ്ചാത്യ ശക്തികളുടെ കടന്നുകയറ്റത്തെ ചെറുക്കാൻ ഇനി ആരുണ്ടാകുമെന്ന ഭയമാണ് ഇവരെ വേട്ടയാടുന്നത്. ഇറാന്റെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമാണ് ഈ കൊലപാതകമെന്ന് ഭരണകൂട അനുകൂലികൾ വാദിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും ദുഷ്ടനായ വ്യക്തി മരിച്ചു എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇസ്രായേലുമായി ചേർന്ന് അമേരിക്ക നടത്തിയ കൃത്യമായ പ്ലാനിങ്ങിന് മുന്നിൽ ഖമേനിയുടെ സുരക്ഷാ കവചങ്ങൾ തകർന്നു വീണു. റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ നീക്കത്തെ അപലപിക്കുമ്പോൾ രക്തസാക്ഷിയായ സ്വേച്ഛാധിപതിയുടെ യുഗം അവസാനിച്ചു എന്നാണ് ഷാ ഭരണകൂടത്തിന്റെ പിൻഗാമി റിസ പഹ്ലവി പ്രതികരിച്ചത്. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും പണപ്പെരുപ്പത്തിനും ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനുമെതിരെ മാസങ്ങളായി ഇറാനിൽ ജനകീയ പ്രതിഷേധം നിലനിന്നിരുന്നു. ഈ കലുഷിതമായ അന്തരീക്ഷത്തിലാണ് ഖമേനിയുടെ അന്ത്യം സംഭവിക്കുന്നത്. ഇത് ഇറാനെ ഒരു ജനാധിപത്യ രാജ്യമാക്കി മാറ്റുമോ അതോ രാജ്യം കടുത്ത ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് ഇറാനിലെ വിവിധ നഗരങ്ങളിൽ ജനങ്ങൾ ആഘോഷം നടത്തുകയാണ്. ഖമേനിയുടെ മരണത്തിൽ ആളുകൾ ആർപ്പ് വിളിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതായി ടെഹ്റാനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്നു. വലിയൊരു ജനക്കൂട്ടം നൃത്തം ചെയ്യുകയും സ്ത്രീകൾ മുഖാവരണങ്ങൾ വലിച്ചെറിയുകയും ചെയ്യുകയായിരുന്നു. ഷാ നീണാൾ വാഴട്ടെയെന്നും അവർ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. സ്ത്രീകൾ നൃത്തം ചെയ്യുന്ന വീഡിയോ പങ്കിട്ടുകൊണ്ട് ഇസ്രായേലിന്റെ മുൻ വക്താവ് ഐലോൺ എ ലെവി എഴുതിയത് ഇസ്രായേൽ സ്വേച്ഛാധിപതിയായ ഖമേനിയെ കൊന്നുവെന്ന് കേട്ടതിനു ശേഷം ഇറാനിയൻ സ്ത്രീകൾ മുടിമൂടാതെ തെരുവുകളിൽ നൃത്തം ചെയ്യുന്നു എന്നാണ്. ലണ്ടനിൽ ആളുകൾ ഈ വാർത്ത ആഘോഷിക്കുന്ന ഒരു വീഡിയോയും അദ്ദേഹം പങ്കിട്ടു. എത്ര മനോഹരമായ കാഴ്ച! ഇറാനികളും അവരുടെ പ്രവാസികളായ ജൂതന്മാരും ഉറ്റ സുഹൃത്തുക്കളായി മാറിയിരിക്കുന്നു. പുരാതന നാഗരികതയുടെ അവകാശികൾ എന്ന നിലയിൽ ഒരു പൊതു സ്വത്വത്താലും ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തോടുള്ള വെറുപ്പാലും അവർ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. US-ഉം ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഖമേനി കൊല്ലപ്പെട്ടത്. ട്രൂത്ത് സോഷ്യലിൽ വാർത്ത പങ്കുവച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞത് ചരിത്രത്തിലെ ഏറ്റവും ദുഷ്ടന്മാരിൽ ഒരാൾ മരിച്ചു എന്നാണ്.